ആലിമീങ്ങളെ ആദരിക്കുമ്പോ ധാരാളം മുതഅല്ലിമീങ്ങൾക്ക് ഇൽമു പഠിക്കാനുള്ള പ്രചോദനമാകുന്നു. അതുപോലെ അവരുടെ ബാപ്പ ഉമ്മമാർക്ക് എന്റെ മകനെ ആലിമാക്കണം എന്ന ചിന്തയുണ്ടാകുന്നു. വലിയൊരു സംഗതിയാണത്. നമ്മുടെ ധാരാളം മഹല്ലത്തുകളിൽ മദ്രസ, പള്ളി തുടങ്ങിയ പല സ്ഥാപനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ധാരാളം ഉമറാക്കൾ ഈ സദസ്സിലുണ്ട്, സ്റ്റേജിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. 5 പൈസ ശമ്പളം വാങ്ങിയിട്ടല്ല പ്രസിഡന്റും സെക്രട്ടറി ഒന്നും പ്രവർത്തിക്കുന്നത്. അവരധ്വാനം ആ നാട്ടിലെ മദ്രസയും പള്ളിയൊക്കെ നടത്തിക്കൊണ്ടു പോകാനുള്ള അധ്വാനമാണ്. അതിനവർക്ക് ശമ്പളമൊന്നുമില്ല. അവരോട് നല്ല സ്നേഹവും ബഹുമാനവും നമുക്ക് വേണം. വരുന്ന മീറ്റിംഗിൽ സെക്രട്ടറിന് എങ്ങനെയുണ്ട് വെച്ച് പൊരിക്കാനും നല്ല നോക്കണ്ട്, എങ്ങനെയുണ്ട് അയാളോട് സഹകരിക്കാനും നോക്കണ്ട്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, അതേ സമയത്ത് ആളെ തെരഞ്ഞെടുക്കുമ്പോ അർഹതപ്പെട്ടവരെ തെരഞ്ഞെടുക്കണം. സുബ്ഹാനല്ലാഹ്, റെസീപ്റ്റ് കാണുന്നില്ല, വൗച്ചർ കാണുന്നില്ല, അതുപോലെ കണക്ക് കിട്ടുന്നില്ല, അങ്ങനെ പറയുന്നവരെ അല്ല തെരഞ്ഞെടുക്കേണ്ടത്. അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് പോകാം. ഈ നാട്ടിലെ ഉമറാക്കളോട് ഞാൻ പറയാണ്, നമ്മളെ പണ്ഡിതന്മാർക്കൊക്കെ നല്ല ശമ്പളം കൊടുക്കണം. അതെന്തിനാണ്? അവര് നല്ല അന്തസ്സിൽ ജീവിക്കണം ഇവിടെ. അത് കാണുമ്പോഴാണ് അവരെ മക്കൾക്കും നാട്ടിലുള്ള മറ്റു കുട്ടികൾക്കൊക്കെ ഒരു ആലിമാകണം എന്ന ചിന്ത ഉണ്ടാകുക. തീരെ ദാരിദ്ര്യത്തിൽ വിഷമിച്ച് അതാ മകളെ കെട്ടിക്കാൻ കഴിയുന്നില്ല, വീടുണ്ടാക്കാൻ കഴിയുന്നില്ല, അങ്ങനത്തെ വിഷമമായിട്ട് ആലിമീങ്ങൾ ജീവിക്കുമ്പോ അവരെ മക്കൾക്ക് തന്നെ ഇൽമു പഠിക്കണം എന്ന ചിന്ത വരാൻ പ്രയാസം വരും. അതുകൊണ്ട് ആലിമീങ്ങൾക്ക് നല്ല ശമ്പളം കൊടുക്കണം എന്ന് ഞാൻ പറയാണ്. ശമ്പളത്തിന് വേണ്ടി നമ്മൾ ജോലി എടുക്കരുത്, നമ്മൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സേവനം ചെയ്യണം എന്ന് മുഅല്ലിമീങ്ങളോടും ഉസ്താദുമാരോടൊക്കെ അതും ഞാൻ ഉണർത്തുകയാണ്. നമ്മുടെ ഉദ്ദേശം അതാകരുത്. ഉദ്ദേശം അല്ലാഹുവിന്റെ പൊരുത്തമായിരിക്കണം. പക്ഷേ നമ്മൾ സമൂഹം ചിന്തിക്കേണ്ട കാര്യങ്ങൾ അവർ ചിന്തിക്കണം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതിന് കമ്മിറ്റിക്കാർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ നാട്ടുകാരായ ആളുകൾ സഹകരിക്കണ്ടേ? വേണോ? നമ്മുടെ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരി നല്ല തമാശ പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, ഒരു മീറ്റിങ്ങിന് പോയപ്പോ ജനറൽ ബോഡിയിൽ ഉസ്താദുമാർക്ക് ശമ്പളം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ 1000 രൂപ വർദ്ധിപ്പിക്കുക, 500 രൂപ വർദ്ധിപ്പിക്കുക, പല ചർച്ചയും വന്നു. ഉസ്താദുമാർക്കെല്ലാം ശമ്പളം വർദ്ധിപ്പിച്ചതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ ആർക്കും വിഷമം വേണ്ട, ഉസ്താദുമാർക്കൊക്കെ വർദ്ധിപ്പിച്ചു വിഷമം വേണ്ട, അവിടെ നാട്ടുകാർക്കും നമുക്ക് വർദ്ധിപ്പിക്കാം, വരിസംഖ്യയും വർദ്ധിപ്പിക്കാതിരിക്കാം. അങ്ങനെയാണ് ഈ ശമ്പളം വർദ്ധിപ്പിക്കല്. വരിസംഖ്യ വർദ്ധിപ്പിച്ചിട്ടാണ് പിന്നെ ശമ്പളം വർദ്ധിപ്പിക്കേണ്ടത്, അല്ലേ? അല്ലാതെ പിന്നെ നേടുന്ന കൊടുക്കുക, കമ്മിറ്റി സെക്രട്ടറിക്ക് എടുത്തു കൊടുക്കാൻ കഴിയും. അപ്പൊ എല്ലാവരും സഹകരിക്കണം. എന്നിട്ട് നമ്മുടെ ദീനിന്റെ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി നടക്കണം. അതിന് ആലിമീങ്ങൾക്ക് പ്രചോദനം നൽകണം. ആലിമീങ്ങൾ ഉണ്ടാകണം. ഖിയാമത്ത് വരെ ഇവിടെ ആലിമീങ്ങൾ ഉണ്ടാകണം. ആലിമീങ്ങൾ, വലിയ വലിയ ആലിമീങ്ങൾ ഓരോരുത്തരായി അങ്ങനെ വിട്ടുപിരിഞ്ഞു പോയി. താജുൽ ഉലമ പോയി, നൂറുൽ ഉലമ പോയി, കൻസുൽ ഉലമ പോയി, താജുൽ ശരിയ പോയി, താജുൽ ഫുഖഹാ പോയി, അതുപോലെ മഞ്ഞനാടി ഉസ്താദ് പോയി. അങ്ങനെ എത്രയോ ആലിമീങ്ങൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. ഈ അടുത്ത് എം പി മുഹമ്മദ് ഹുസൈൻ അവർ വിട്ടുപിരിഞ്ഞു പോയി. അല്ലാഹു എല്ലാവരുടെ ഖബറിലും ദറജ വർദ്ധിപ്പിക്കട്ടെ. സൂരിമേൽ ഉസ്താദും പിരിഞ്ഞു പോയി, നമ്മളും പിരിഞ്ഞു പോകും. ആരൂടെ നിൽക്കൂല. അല്ലാഹുവേ, പിരിയുന്ന സ്വർഗത്തിന്റെ ചിത്രങ്ങൾ നിന്റെ റഹ്മത്തിന്റെ മലക്ക് വന്ന് സമാധാനിപ്പിക്കുന്നു. ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം അല്ലാഹ്. ദീർഘകാലം ഞങ്ങൾക്കും ഞങ്ങളെ ഉസ്താദുമാർക്കും ആരോഗ്യത്തോടെ തഖ്വയോടെ നിന്റെ ദീനിന്റെ ഇൽമു പ്രചരിപ്പിക്കാൻ നീ തൗഫീഖ് തരണം അല്ലാഹ്. ഓ മുഅ്മിനീങ്ങളെ, ആലിമീങ്ങളെ ആദരിക്കുന്നതിൽ ഒരുപാട് നന്മകളുണ്ട്, ഗുണങ്ങളുണ്ട്. നേരെ മറിച്ച് ഒരു സിനിമാ നടനെ ആദരിച്ചാൽ ചെറുപ്പക്കാരൊക്കെ സിനിമയിലേക്ക് ഒരു ബാർ നടത്തുന്ന ഹോട്ടൽ ഉടമ അദ്ദേഹത്തിന് വലിയ ആദരവ് കൊടുത്താൽ ഈ ബാർ നടത്തുന്ന ലഹരി വിൽക്കുന്നത് അതിന് കുഴപ്പമില്ലാന്ന് ജനങ്ങൾക്ക് തോന്നും. സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തു പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിഴവ് പറ്റി എന്ന് പറയുന്ന സലഫി, ഞാൻ വെറുതെ പറഞ്ഞല്ല, അവരുടെ 2010 ജൂലൈയിലെ അവരുടെ മുഖപത്രമായ അൽമനാറിൽ എഴുതി വെച്ചതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിഴവ് സംഭവിച്ചു എന്ന്. പിന്നെ എന്ത് മുസ്ലിമാണ് അവർ? ആ സലഫിയായ ഒരാളെ അവന്റെ പണത്തിന് വേണ്ടിയോ അധികാരത്തിന് വേണ്ടിയോ അവനെ ആദരിച്ചാൽ നബി തങ്ങൾ പിഴച്ചുപോയി എന്ന് പറയുന്ന ആശയത്തിൽ യാതൊരു കുഴപ്പമില്ല എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകും. ആദരിക്കപ്പെടേണ്ടവരെ ആദരിക്കണം.
ആദരിക്കപ്പെടേണ്ടവരെ ആദരിക്കണം. അത് മരണത്തിന് മുമ്പും ആദരിക്കണം, മരണത്തിന് ശേഷവും ആദരിക്കണം. അതല്ലേ ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളെ ആദരിക്കാൻ മലക്കുകൾ വരുന്നു, അവർ ചിറക് വിരിച്ചു കൊടുക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവ് നൽകപ്പെടേണ്ടവർക്ക് ആദരവ് നൽകുക. അപ്പൊ ആദരവ് നൽകുക എന്നത് മോശമല്ല, ആവശ്യമുള്ള വിഷയമാണ്. പക്ഷെ ആദരിക്കപ്പെടേണ്ടവരെയാണ് ആദരിക്കേണ്ടത് എന്ന ബോധം നമുക്കുണ്ടാകണം.